നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CBIയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം തരപ്പെടുത്താമെന്ന് പറഞ്ഞ് അനിൽ കെ ആൻ്റണി 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നുവെന്നും അത് തിരികെ കെട്ടാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ദല്ലാൽ നന്ദകുമാർ തന്നെ സമീപിച്ചിരുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ PJ കുര്യൻ. എന്നാൽ ദല്ലാൽ നന്ദകുമാർ കുര്യൻ്റെ പേര് പറഞ്ഞാണ് തന്നെ വന്ന് കണ്ടതെന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കുതികാൽ വെട്ടിയാണ് കുര്യനെന്നും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയും AK ആൻ്റണിയുടെ മകനുമായ അനിൽ കെ ആൻ്റണി പറയുന്നു. കഴിഞ്ഞ ദിവസം ദല്ലാൽ നന്ദകുമാർ അനിലിനെതിരെ ഉയർത്തിയ ആരോപണം ശരിവെച്ചുകൊണ്ടാണ് PJ കുര്യൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. അനിൽ ആൻ്റണി വാങ്ങിയ പണം തിരികെ വാങ്ങാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നന്ദകുമാർ വന്ന് കണ്ടിരുന്നു. നന്ദകുമാറിനായി താൻ ഇടപെടുകയും ചെയ്തു. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് AK ആൻ്റണിയോടാണോ അനിൽ കെ ആൻ്റണിയോടാണോ എന്ന് ഓർമ്മയില്ല. ഇത് നിയമന കാര്യമാണോ എത്ര രൂപയുണ്ടെന്നോ ഒന്നും തനിക്കറിഞ്ഞുകൂടാ. എന്തിനാണ് പണം വാങ്ങിയതെന്ന് താൻ ചോദിച്ചിട്ടില്ല എന്നാണ് PJ കുര്യൻ പറയുന്നത്. കുര്യൻ്റെ ആരോപണങ്ങളോട് രൂക്ഷമായിട്ടാണ് അനിൽ കെ ആൻ്റണി പ്രതികരിച്ചത്. 12 വർഷം മുമ്പ് നന്ദകുമാർ വന്ന് കണ്ടിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാർ PJ കുര്യൻ്റെ ആളായിട്ടാണ് തന്നെ വന്ന് കണ്ടത്. എന്നിട്ട് കുര്യനെ ഫോൺ വിളിച്ച് തനിക്ക് തന്നു. പലതവണ പല ആവശ്യങ്ങൾ പറഞ്ഞ് തന്നെ സമീപിച്ചിരുന്നു. ഒരു ജഡ്ജിയെ മാറ്റണമെന്നായിരുന്നു ഒരിക്കൽ ഉന്നയിച്ച ആവശ്യം. നടക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. PJ കുര്യൻ ഉൾപ്പെട്ട പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയതും നന്ദകുമാറാണ്. സ്വന്തം വീട്ടിൽ വരെ മോഷണം നടത്തിയ ആളാണ് നന്ദകുമാർ. കുര്യനോ രാഷ്ട്രീയ കുതികാൽ വെട്ടിയാണ്. K കരുണാകരനെയും AK ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും അദ്ദേഹം വഞ്ചിച്ചു. ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ ഗുരു PJ കുര്യനും ചേർന്നാണ് നന്ദകുമാറിനെ ഇറക്കിയത്. പത്തനംതിട്ടയിൽ താൻ ജയിക്കുമെന്ന് വന്നപ്പോഴാണ് ക്രിമിനലായ നന്ദകുമാറിനെ ഇറക്കിയിരിക്കുന്നതെന്നാണ് അനിൽ ആൻ്റണി പറയുന്നത്. 2013 ശേഷം താൻ നന്ദകുമാറിനെ കണ്ടിട്ടില്ല. PJ കുര്യൻ കള്ളം പറയുകയാണ് എന്നാണ് അനിൽ ആൻ്റണി പറയുന്നത്.